തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനാകാതെ ബി.ജെ.പി. പല മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം കുറഞ്ഞു. ഇടത് എം.എൽ.എ. ആയിരുന്ന സി മുകുന്ദൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച നാട്ടികയിലാണ് എൻ.ഡി.എ. മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 2021 33,706 വോട്ടുണ്ടായിരുന്നിടത്ത് വോട്ട് നില 45,216 ആയി ഉയർത്തി. എന്നാൽ 2021 തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ 40,457 വോട്ടിൽ നിന്നും പത്മജ മത്സരിച്ചപ്പോൾ 28,663 വോട്ടായി കുറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച മണലൂരിൽ 2021 അപേക്ഷിച്ച് ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞു. 2021 എൻ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 36,566 വോട്ടായിരുന്നത് നിലവിൽ 34,676 വോട്ടായി കുറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ 2021 34,129 വോട്ട് ലഭിച്ചെടുത്ത് നിലവിൽ 27,167 വോട്ടായി കുറഞ്ഞു. കുന്നംകുളത്ത് 2021 ബി.ജെ.പി. സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ 27,831 വോട്ടാണ് ലഭിച്ചത്. അത് 17,104 വോട്ടായി കുറയുകയാണ് ഇത്തവണയുണ്ടായത്. ചാലക്കുടിയിൽ 2021 10,301 വോട്ട് ലഭിച്ചെടുത്ത് ഇത്തവണ 14,605 വോട്ടായി ഉയർന്നിട്ടുണ്ട്. കയ്പമംഗലത്ത് 9,066 വോട്ടിൽ നിന്നും 19,688 വോട്ടായി ഉയർത്തി. എന്നാൽ 2021 പുതുക്കാട് ബി.ജെ.പി. മത്സരിച്ചപ്പോൾ ലഭിച്ചത് 34,893 വോട്ടാണ്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം വോട്ട് 28,018 കുറയുകയാണുണ്ടായത്. ഒല്ലൂരിൽ 2021 22,295 വോട്ട് ലഭിച്ചെടുത്ത് ഇപ്പോൾ ലഭിച്ചത് 16,585 വോട്ടുകൾ. വടക്കാഞ്ചേരിയിൽ 2021 21,747 എന്നത് നിലവിൽ 25,844 ഉയർന്നിട്ടുണ്ട്. ചേലക്കരയിൽ 2021 ബി.ജെ.പിക്ക് 33,606 വോട്ടാണ് ലഭിച്ചത്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 33,608. 2026 അത് 37,286 ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ 2021 വോട്ട് ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 23,933 വോട്ടായി കുറഞ്ഞു. 2021 ഗുരുവായൂരിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. നിലവിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് നില 28,947 ആണ്. പൊളിറ്റിക്കൽ ഡെസ്ക് TCV.